നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. വനിതാ ഏകദിന ലോകകപ്പിൽ കന്നി കിരീടം ലക്ഷ്യമിട്ട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നമ്മൾ ഇന്ന് ഇറങ്ങുകയാണ്. കിരീടത്തിന് തൊട്ടരികെ എത്തിയ 2 മത്സരങ്ങൾ. സെഞ്ചുറിയനും ലോർഡ്സും എങ്ങനെ മറക്കാനാണ്? നഷ്ടമായ ആ കപ്പ് നമ്മുടെ ചുണക്കുട്ടികൾ ഇത്തവണ ഉയർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. വനിതാ ഏകദിന ചരിത്രത്തിൽ ഇതുവരെ 265 മുകളിൽ വിജയലക്ഷ്യം കീഴടക്കിയിട്ടില്ലാത്ത ഇന്ത്യൻ ടീം അവിശ്വസനീയമെന്ന് കരുതിയ ലക്ഷ്യത്തിലേക്കാണ് ഓസീസിനെതിരെ സെമിയിൽ ചങ്കൂറ്റത്തോടെ ബാറ്റ് വീശിയത്. ആ ആത്മവിശ്വാസം മാത്രം മതി ഇന്ന്. ഓസ്ട്രേലിയയോ ഇംഗ്ലണ്ടോ ഇല്ലാത്ത ആദ്യ ഫൈനലാണ്. അതിനാൽ പുതിയ ചാമ്പ്യന്മാരെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. ഹർമൻപ്രീത്തിനും സംഘത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ വാർത്തകൾ നമുക്ക് വിശദമായി നോക്കാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. PM ശ്രീയിൽ CPM-CPI തർക്കം സമവായത്തിലെത്തിയ ശേഷമുള്ള ആദ്യ LDF യോഗം ഇന്ന്. ഉപസമിതി രൂപീകരണം ഉൾപ്പെടെ യോഗത്തിൽ മുഖ്യമന്ത്രി വിശദീകരിക്കും. CPM നേതൃയോഗങ്ങളും ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയ്ക്ക്. നാവികസേനയ്ക്കായുള്ള നിർണായക വാർത്താവിനിമയ ഉപഗ്രഹം CMS-03 വിക്ഷേപണം ഇന്ന്. ഉപഗ്രഹം വഹിച്ചുള്ള LVM-335 കുതിച്ചുയരുക വൈകിട്ട് 5:27 ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ശബരിമലയിലെ കട്ടിളപ്പാളി കടത്തി സ്വർണം കവർന്ന കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തും. കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ പ്രത്യേക അന്വേഷണ സംഘം. ശ്രീകാകുളം ദുരന്തത്തിൽ ക്ഷേത്ര ഉടമയ്ക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുത്തു. ക്ഷേത്രം നിർമ്മിച്ചതും ഉത്സവം നടത്തിയതും മുൻകൂർ അനുമതി ഇല്ലാതെയെന്ന് പോലീസ്. തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ ബീഹാർ. പ്രചരണം സജീവമാക്കി മുന്നണികൾ. പ്രധാനമന്ത്രി ഇന്ന് പാട്നയിൽ. വനിതാ ഏകദിന ലോകകപ്പിലെ കന്നി കിരീടം തേടി ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയുമായുള്ള മത്സരം വൈകിട്ട് 3 മണി മുതൽ നവി മുംബൈയിൽ. ഇന്ത്യ ഓസ്ട്രേലിയ 3-ാം T20 ഇന്ന്. ഒരു ഇടിവെട്ടി മഴ പെയ്തതുപോലെയായിരുന്നു ഇടതുമുന്നണിയിൽ PM ശ്രീ വിവാദം. എന്തായാലും ഈ ഒരു വിവാദത്തിലെ താൽക്കാലിക പ്രശ്നപരിഹാരത്തിന് ശേഷമുള്ള ആദ്യ ഇടതുമുന്നണി യോഗം ഇന്ന് ചേരുകയാണ്. മന്ത്രിസഭ ഉപസമിതി രൂപീകരണം ഉൾപ്പെടെ മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചേക്കും. CPM നേതൃയോഗങ്ങളും ഒക്കെ ഇന്ന് നടക്കുന്നുണ്ട്. ആതിര രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ആതിര, നമുക്കറിയാം വലിയ തർക്കമായിരുന്നു, അത് അവസാനിച്ചു. പക്ഷേ എങ്കിലും ഈ മുന്നണി യോഗത്തിലെ പ്രധാന ചർച്ച ഇന്നെന്തായാലും PM ശ്രീ തന്നെ ആയിരിക്കില്ലേ? കരാർ ഒപ്പിട്ടതിലെ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് എന്തായാലും ചർച്ചയാകില്ലേ? പ്രത്യേകിച്ച് RJD അന്ന് എതിർപ്പ് ഉന്നയിച്ചിരുന്നു. അവർ ഇന്നും ചോദ്യം ഉന്നയിക്കാനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നില്ലേ? ശ്രീജ, തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ PM ശ്രീ വിവാദത്തിനൊരു താൽക്കാലിക പരിഹാരമൊക്കെ ആയെങ്കിലും അതിനുശേഷം ആ വിവാദത്തിന് ശേഷമുള്ള ആദ്യ ഇടതുമുന്നണി യോഗമാണ് ഇന്ന് ചേരാൻ പോകുന്നത്. ഇന്ന് 4 മണിക്ക് AKG സെന്ററിലാണ് യോഗം ചേരുക. ഈ യോഗത്തിൽ ഈ PM ശ്രീ തന്നെയായിരിക്കും ഏറ്റവും പ്രധാന വിഷയം, ചർച്ചയാകാൻ പോകുന്ന ഒരു പ്രധാന വിഷയം എന്ന് തന്നെയുള്ളത്. RJD ആദ്യം മുതൽ തന്നെ ഈ CPI-CPM വിവാദത്തിനിടെ ഈ PM ശ്രീയിൽ ഏകപക്ഷീയമായി CPM ഒപ്പിട്ടതിൽ വലിയ അമർഷമുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഇന്ന് ഒരു ചോദ്യം ചെയ്യലിലേക്ക് ഒക്കെ തന്നെ കടക്കുമെന്നുള്ളതാണ്. ഈ CPM-ന്റെ സെക്രട്ടേറിയറ്റിലും ഈ വിഷയം PM ശ്രീ തന്നെയായിരിക്കും പ്രധാന ചർച്ചാ വിഷയമാകുക. ഈ മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചത് സംബന്ധിച്ചതൊക്കെ തന്നെ, അതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ തന്നെ മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഇടത് സമവായത്തിനായതിനാൽ മുന്നണി യോഗത്തിൽ CPI ഒരു വലിയ രീതിയിലൊരു വിമർശനം കടുപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ തന്നെയും ഇതായിരിക്കും പ്രധാന വിഷയം. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കാനുള്ളൊരു സമയമാണ്. ഈ സമയത്ത് മുന്നണിയിലുണ്ടായ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു തർക്കം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുമെന്നൊരു അഭിപ്രായവും മുന്നണിക്കിടയിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ ഈ PM ശ്രീ വിവാദവും ഇതിൽ ഏകപക്ഷീയമായി ഒപ്പിട്ട വിഷയങ്ങൾ സംബന്ധിച്ചും ഒക്കെ തന്നെ വിശദമായ ചർച്ചയ്ക്ക് ഇന്ന് ഏതായാലും വഴിവെക്കുമെന്നുള്ളതാണ്. ഇന്ന് 4 മണിയോടുകൂടിയാണ് CPM-ൻ്റെയും അതുപോലെ തന്നെ ഇടതുമുന്നണി യോഗത്തിൻ്റെ ചർച്ച ആരംഭിക്കുക. ഈ PM ശ്രീ വിവാദം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിഷയം. ശരി അതിനിടയിൽ ഈ ശബരിമലയിലെ കാര്യം കൂടി അറിയേണ്ടതുണ്ടല്ലോ. കട്ടിളപ്പാളി കടത്തി സ്വർണ്ണം കവർന്ന കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തുമെന്ന് അറിയുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്?
ശ്രീജ, ഈ കട്ടിളപ്പാളി കടത്തി അതിൽ സ്വർണം കവർന്ന കേസിൽ നാളെ ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. നിലവിൽ ഈ ദ്വാരപാലക പാളികളിലെ ആ ശില്പങ്ങളിലെ സ്വർണം കടത്തിയ കേസിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാളെയായിരിക്കും മറ്റ് അടുത്ത കേസിൽ 2 കേസുകളാണ് പ്രധാനമായും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ നാളെയായിരിക്കും ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ഹൈദരാബാദ് അതുപോലെ തന്നെ ബാംഗ്ലൂർ തുടങ്ങിയ കേന്ദ്രങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധന നടത്തി അവിടെ നിന്നും സ്വർണം ഈ കാണാതായി എന്ന് കരുതപ്പെടുന്ന സ്വർണം വീണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സ്വർണ്ണങ്ങളൊന്നും തന്നെ മുഴുവനായി ഇവിടെ നിന്ന് എത്ര സ്വർണ്ണമാണോ കാണാതായത് ആ ഒരു ക്വാണ്ടിറ്റിയിലുള്ള സ്വർണം ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം നിലവിൽ നൽകുന്ന സൂചന. ഏതായാലും നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കും. അവിടെ നിന്ന് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡി അപേക്ഷ നൽകി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുമെന്നുള്ളതാണ്. നേരത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഈ സ്വർണ്ണ കവർച്ചയിൽ പങ്കുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന വാസുദേവൻ തുടങ്ങിയ ആളുകളെയൊക്കെ തന്നെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. പക്ഷേ നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ ഇവരെ ഒന്നുകൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ തന്നെ ഏതായാലും നാളെ ഉണ്ടാകും. നാളെ ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ദിവസമാണ്. 2ാമത്തെ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തും. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. ഇനിയും സ്വർണം ഈ കവർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർണം ഇനിയും വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. ആ സ്വർണം ഉൾപ്പെടെ വീണ്ടെടുക്കുന്നതായിരിക്കും അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള അടുത്ത ലക്ഷ്യം. തീർച്ചയായും ഇനിയും സ്വർണം കണ്ടെത്താനുണ്ട്. അത് കണ്ടെത്താൻ ഉള്ള ശ്രമത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം. അങ്ങനെ 2 പ്രധാനപ്പെട്ട വാർത്തകൾ, തിരുവനന്തപുരത്തു നിന്നുള്ള 2 പ്രധാനപ്പെട്ട വാർത്തകളാണ്. ഇടതുമുന്നണി യോഗവും ശബരിമല കേസിലെ അപ്ഡേഷനും നൽകുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ. മറ്റു വാർത്തകൾ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. കോഴിക്കോട് താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്ലാന്റിന്റെ പരിസര പ്രദേശങ്ങളിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ തുടരുന്നു. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് നവംബർ 1 മുതൽ 7 വരെയാണ് കളക്ടർ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. പ്ലാന്റിന്റെ 300 മീറ്റർ ചുറ്റളവ്, പ്ലാന്റിനും അമ്പായത്തോടിനും ഇടയിലെ റോഡിന്റെ ഇരുവശത്തുമുള്ള 50 മീറ്റർ പ്രദേശം, അമ്പായത്തോട് ജംഗ്ഷന്റെ 100 മീറ്റർ ചുറ്റളവ് എന്നിവിടങ്ങളിലാണ് നിരോധനാജ്ഞ. ഈ പ്രദേശങ്ങളിൽ 4 അതിൽ കൂടുതലോ ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനും ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധമോ പൊതുപരിപാടികളോ പ്രകടനങ്ങളോ നടത്തുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഫ്രഷ് കട്ട് തുറക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. ആന്ധ്രാപ്രദേശിലെ ഈ ശ്രീകാകുളത്ത് ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 10 പേർ മരിച്ച സംഭവത്തിൽ ക്ഷേത്ര ഉടമയ്ക്കെതിരെ നരഹത്യയ്ക്ക് എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാസിബുഗ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രമുടമ ഹരി മുകുന്ദ പാണ്ഡെക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. മുൻകൂർ അനുമതി വാങ്ങാതെ ക്ഷേത്രം നിർമ്മിച്ചുവെന്നും പോലീസിനെ അറിയിക്കാതെ ഉത്സവം സംഘടിപ്പിച്ചുവെന്നൊക്കെ വ്യക്തമായി. അതോടുകൂടിയാണ് ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പരിക്കേറ്റ 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. സംഭവത്തിൽ ആന്ധ്രാപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ച പ്രത്യേക അന്വേഷണം ഇന്ന് തുടരും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു പാർട്ടി, മത്സരിച്ച് ജയിച്ചപ്പോൾ അധികാരത്തിന് വേണ്ടി മറ്റൊരു പാർട്ടി. ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട അയോഗ്യത കൽപ്പിച്ചു. തീർന്നില്ല, പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്കേർപ്പെടുത്തി. അങ്ങനെ സംഭവ ബഹുലമാണ് കൊല്ലം ജില്ലയിലെ വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. അധികാരത്തിനു വേണ്ടി രാഷ്ട്രീയ മാറ്റം, പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ. അങ്ങനെ വിളക്കുടി പഞ്ചായത്തിന് പറയാൻ ഒരുപാടുണ്ട് രാഷ്ട്രീയം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് റെജീന തോമസിനെയും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീകലയെയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയത്. ഇനി അതെന്തിനെന്നു കൂടി നോക്കാം. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിളക്കുടി പഞ്ചായത്തിലെ 20 അംഗ ഭരണസമിതിയിൽ UDF 10, LDF 9, BJP 1 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. ഇതുപ്രകാരം കോൺഗ്രസ് അംഗങ്ങൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലെത്തി. 3 വർഷത്തിനു ശേഷം പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് മറ്റു 2 പേരെ കൊണ്ടുവരാനും ധാരണയുണ്ടായി. അങ്ങനെ 2023 പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് പരിഗണിച്ചപ്പോൾ ഒഴിവാക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങളായ റെജീന തോമസും ശ്രീകലയും രംഗത്തു വന്നു. സ്വപ്നം കണ്ട പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും നഷ്ടമാകുന്നത് കണ്ടതോടെ എങ്കിൽ പിന്നെ പാർട്ടി മാറാൻ തീരുമാനിച്ചു. 2 പേരും LDFനൊപ്പം ചേർന്നു. അതോടെ കക്ഷി നിലയിൽ ഭൂരിപക്ഷം കിട്ടിയ LDF കൂറുമാറിയെത്തിയ ശ്രീകലയെ ആദ്യം പ്രസിഡന്റും റെജീന തോമസിനെ വികസന സ്ഥിരസമിതി അധ്യക്ഷയുമാക്കി. 2 പേരെയും തൃപ്തിപ്പെടുത്താൻ പിന്നീട് 1 വർഷത്തിനു ശേഷം LDFിലെ ധാരണ പ്രകാരം റെജീന തോമസ് പ്രസിഡന്റും ശ്രീകല വികസന സ്ഥിരസമിതി അധ്യക്ഷയും ആയി. അങ്ങനെ കൂറുമാറിയ 2 പേരും ഹാപ്പി.
അപ്പോഴാണ് UDF സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് LDFിലേക്ക് കൂറുമാറുകയും ചെയ്ത 2 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും അയോഗ്യരാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയുണ്ടായത്. അതോടെ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണകാലാവധി കഴിയാൻ ആഴ്ചകൾ ബാക്കി നിൽക്കെ നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ കാഴ്ചകൾ. കോൺഗ്രസുകാരെ വഞ്ചിച്ച് ജനാധിപത്യം കശാപ്പ് ചെയ്ത് നാണക്കേട്. ഒരു വാർഡ് കൂടി പുതുതായി ചേർത്തപ്പോൾ 21 വാർഡുകളാണ് ഇപ്പോൾ വിളക്കുടി ഗ്രാമപഞ്ചായത്തിലുള്ളത്. ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഇടത് വലത് മുന്നണികൾ രണ്ടു കൂട്ടരും തികഞ്ഞ പ്രതീക്ഷയിലാണ്. കോൺഗ്രസിനുള്ളിലെ സ്ഥാനങ്ങളെ ചൊല്ലിയുള്ള പിണക്കങ്ങൾ ഇത്തവണ ഇടതുപക്ഷത്തിന് വലിയ ഭൂരിപക്ഷം ഒരുക്കി നൽകുമെന്നാണ് ഇടതംഗങ്ങളുടെ കണക്കുകൂട്ടൽ. അവർ പുറത്തായതിനു ശേഷം അവർ നമ്മുടെ കൂടെ ചേരാൻ വന്നതല്ലേ, രാഷ്ട്രീയമാണല്ലോ. രാഷ്ട്രീയവും അധികാരവും ഇല്ലയോ എല്ലാവർക്കുള്ളയും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് അവർ വന്നു, അവരെ അംഗീകരിച്ചു. അവർക്ക് പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന് പറഞ്ഞു. 2 പേർക്ക് ഓരോ വർഷം കൊടുത്തു. ഒരാൾക്ക് 1 വർഷം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പെട്ടാ വന്നപ്പോൾ മറ്റൊരു കേസ് കൊടുത്തു. ഇലക്ഷൻ കമ്മീഷൻ്റെ വിധി വന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഇടതുപക്ഷത്തിന് മുൻതൂക്കം വരത്തക്ക രീതിയിലാണ് വിളക്കുടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പോക്ക്. എന്നാൽ കോൺഗ്രസ് ആകട്ടെ ഒരു ശുദ്ധികലശം നടത്തി വലിയ മുന്നേറ്റം നടത്താനുള്ള ഒരുക്കത്തിലാണ്. ബലാബലത്തിൽ ഇടതിനെ തോൽപ്പിക്കാൻ ഇത്തവണ പുതിയ മുഖങ്ങൾക്ക് അവസരം നൽകാനും പാർട്ടി ആലോചിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും സ്ഥാനങ്ങളെ ചൊല്ലിയുണ്ടായ പാർട്ടിയിലെ തർക്കങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ഭയവും കോൺഗ്രസിനുണ്ട്. ഇടത് വലത് മുന്നണികൾ പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളിൽ വരുത്തിയ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് BJP ഇത്തവണ ഒന്നിൽ നിന്ന് കൂടുതൽ നേട്ടത്തിലേക്ക് സ്വപ്നം കാണുന്നത്. അധികാരത്തിനു വേണ്ടി വോട്ട് പിടിക്കുന്ന ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയ മുതലെടുപ്പുകൾ ജനങ്ങൾക്ക് മുന്നിൽ നിരത്തിയാണ് BJPയുടെ പ്രചാരണം. മത്സരിച്ചത് വരെ ഇടതും വലതും എന്നൊക്കെ പറഞ്ഞ് മത്സരിച്ചെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും സ്ഥാനമോഹികളായി അവരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം വോട്ട് ചെയ്ത ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച് അവരുടെ ഒരു ആശയങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ കസേരയ്ക്ക് വേണ്ടി മാത്രം മത്സരിച്ച ഒരു പരിപാടി മാത്രമാണ് പഞ്ചായത്തിൽ ഈ 5 വർഷക്കാലം അരങ്ങേറിയത്. പലപ്പോഴും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഉപരി മത്സരിക്കുന്ന വ്യക്തികളുടെ മൂല്യം ജയപരാജയങ്ങളിൽ നിർണായകമാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വാദം. അങ്ങനെയെങ്കിൽ വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ ഇടത് വലത് മുന്നണികളെ ഒഴിവാക്കി ജനങ്ങൾ മൂന്നാമതൊന്ന് ചിന്തിച്ചാലും അത്ഭുതപ്പെടാനില്ല. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങെത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായും പലയിടങ്ങളിലും പല പ്രശ്നങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും. കോഴിക്കോട് മുക്കം നഗരസഭയിലാണെങ്കിൽ കാട്ടുപന്നി ശല്യമാണ് പ്രധാന ചർച്ച. നഗരസഭ പന്നിവേട്ട നടത്താത്തതിൽ പ്രതിഷേധിച്ച് കർഷകരുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മ ഓരോ വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് നഗരസഭാ ചെയർമാൻ പറയുന്നുണ്ട്. സ്വതന്ത്ര കർഷക സംഘടനയായ കിഫയുടെ നേതൃത്വത്തിലാണ് കാട്ടുപന്നിവേട്ട നടത്താത്തതിനെതിരെ മുക്കത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലെ മുഴുവൻ ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാനും കർഷകർ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം സമരം രാഷ്ട്രീയ പ്രേരിതമെന്നും നേരത്തെ തീരുമാനിച്ച പ്രകാരം നാളെ മണാശ്ശേരിയിൽ പന്നിവേട്ട നടക്കുമെന്നും നഗരസഭാ ചെയർമാൻ PT ബാബു പറഞ്ഞു. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കിഫയിൽ ഇവിടെ പങ്കെടുത്തിട്ടുള്ള ആളുകളെന്ന് മുക്കം നഗരസഭയിലുള്ള കർഷകരാണോ? എല്ലാവരും മുക്കം നഗരസഭയിലുള്ള കർഷകരല്ല. എന്തിനാണ് മുക്കത്തെ വെച്ചിട്ട് മുക്കത്തെ കർഷകരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ സംവിധാനം ഈ നഗരസഭ ചെയ്യുന്നുണ്ട്. എന്നാൽ നിരവധി തവണ കാട്ടുപന്നിവേട്ട നടത്തണമെന്നാവശ്യപ്പെട്ട് ഉപവാസ സമരം ഉൾപ്പെടെ നടത്തിയെങ്കിലും നഗരസഭാ അധികൃതർ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നാണ് കർഷകരുടെ ആരോപണം. സമരം പ്രഖ്യാപിച്ചതോടെ നഗരസഭ പന്നിശല്യം കുറഞ്ഞ സ്ഥലത്ത് പന്നിവേട്ട നടത്തുകയാണെന്നും കർഷകർ കുറ്റപ്പെടുത്തുന്നു. നേരത്തെ കർഷകർ കണ്ടെത്തിയതും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയതുമായ സ്ഥലങ്ങളിൽ പന്നിവേട്ട നടത്തുന്നില്ലെന്നും കർഷകർ. ചെയർമാൻ മറ്റുള്ള ഒരു സ്ഥലത്ത് പന്നികൾ കുറവുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് പന്നിവേട്ടയ്ക്കുള്ള കാര്യങ്ങൾ നടത്തി. ഈ കർഷകര് സമരരംഗത്ത് ഇറങ്ങിയ കർഷകര് പറയുന്നത് അല്ലാതെ ഞങ്ങളെ തീർത്തും അവഗണിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഈ ചെയർമാൻ ചെയ്തത്. എന്നാൽ കർഷകരുടെ സഹകരണമില്ലാതെ പന്നിവേട്ട നടക്കില്ലെന്ന് നഗരസഭ ഇതിനായി ചുമതലപ്പെടുത്തിയ കിഫയുടെ ഷൂട്ടർമാർ പറഞ്ഞു. നഗരസഭയും കർഷകരും തമ്മിലുള്ള തർക്കം നടക്കുന്നതിനിടയിൽ ഇടപെടാൻ കിഫ ഷൂട്ടർമാർക്ക് താല്പര്യമില്ല. നിങ്ങളുടെ തർക്കം എപ്പോൾ പൂർത്തീകരിക്കുന്നോ കിഫ ഷൂട്ടേഴ്സ് അന്ന് വന്നിട്ട് ഞങ്ങൾ നായിട്ട് നടത്തി തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏതായാലും മുക്കം മലയോര മേഖലയിലെ കർഷകരുടെ സമരം മുക്കം നഗരസഭ ഭരിക്കുന്ന ഇടതുപക്ഷത്തിന് ചെറിയ തലവേദനയല്ല സൃഷ്ടിക്കുക. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത് വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ തന്നെയാണ്.
ദക്ഷിണാഫ്രിക്കയാണ് നമ്മുടെ എതിരാളികൾ. നമുക്കറിയാം, നവി മുംബൈയിൽ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതലാണ് മത്സരം. 7 തവണ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ സെമിയിൽ 5 വിക്കറ്റിന് കീഴടക്കി ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത്. എന്തായാലും പക്ഷേ മഴ വില്ലനാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. 2 തവണ കൈവിട്ട ലോകകപ്പിനായി ഇറങ്ങുകയാണ് ഇന്ത്യ. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ പകൽ 3-നാണ് കളി. 7 തവണ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ സെമിയിൽ 5 വിക്കറ്റിന് കീഴടക്കിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. ദക്ഷിണാഫ്രിക്ക 4 തവണ ജേതാക്കളായ ഇംഗ്ലണ്ടിനെ 125 റണ്ണിന് തകർത്ത് ആദ്യമായി ഫൈനലിലെത്തി. വനിതാ ഏകദിന ക്രിക്കറ്റിലെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന വിജയലക്ഷ്യം പിന്തുടർന്നായിരുന്നു സെമിയിൽ ഇന്ത്യയുടെ ചരിത്ര നേട്ടം. ജെമീമ റോഡ്രിഗസിന്റെ ഉജ്ജ്വല സെഞ്ചുറിയാണ് ഇന്ത്യക്ക് വിജയമൊരുക്കിയത്. താരം 127 റൺസെടുത്ത് പുറത്താകാതെ നിന്നു. 48.3 ഓവറിൽ 339 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ മറികടന്നു. ഇതോടെ നിലവിലെ ചാമ്പ്യന്മാരുടെ ഫൈനൽ പ്രവേശന സാധ്യത അസ്ഥാനത്തായി. ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനലിൽ ജെമീമ റോഡ്രിഗസ് തന്റെ 3ാം ഏകദിന ലോകകപ്പ് സെഞ്ചുറിയാണ് നേടിയത്. ലോകകപ്പിലെ താരത്തിന്റെ ആദ്യ സെഞ്ചുറി ഇന്ത്യയുടെ ചരിത്രക്കുതിപ്പിന് വഴിയൊരുക്കുകയും ചെയ്തു. വനിതാ ലോകകപ്പിൽ 6 തവണ സെമി കളിച്ച ഓസീസ് 4ലും ജയിച്ചിരുന്നു. എന്നാൽ പരാജയപ്പെട്ട 2 തവണയും ഇന്ത്യയായിരുന്നു എതിരാളികൾ. 2017 മിഥാലി രാജിന്റെ സംഘമാണ് ഓസ്ട്രേലിയയെ സെമിയിൽ പരാജയപ്പെടുത്തിയ മറ്റൊരു ടീം. ഇന്ത്യൻ വനിതാ ലോകകപ്പിൽ ഇത് 2ാം തവണ മാത്രമാണ് നോക്കൌട്ട് മത്സരങ്ങളിൽ 200-ന് മുകളിലുള്ള ലക്ഷ്യം പിന്തുടർന്ന് വിജയിക്കുന്നത്. 2017 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇംഗ്ലണ്ട് വനിതകൾ 219 എന്ന ലക്ഷ്യം പിന്തുടർന്ന് വിജയിച്ചിരുന്നു. അതേസമയം ഇന്ത്യ 2005-ലും 2017-ലും ഫൈനലിലെത്തിയെങ്കിലും തോറ്റു. ഓസ്ട്രേലിയയോടും ഇംഗ്ലണ്ടിനോടുമായിരുന്നു തോൽവി. 8 വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് കലാശപ്പോരിന് ഇപ്പോൾ ഇന്ത്യക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. ഇന്ത്യ ഓസ്ട്രേലിയ 3ാം T20 മത്സരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 1:45-ന് നിഞ്ച സ്റ്റേഡിയത്തിൽ നടക്കും. സീരീസിലെ ആദ്യ ജയം തേടിയാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത്. 5 മത്സരങ്ങളുള്ള സീരീസിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. 2ാം മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു. നാവികസേനയ്ക്കായുള്ള നിർണായക വാർത്താവിനിമയ ഉപഗ്രഹം CMS-03യുടെ വിക്ഷേപണം ഇന്ന്. ഉപഗ്രഹം വഹിച്ചുള്ള LVM-3 N5 വൈകിട്ട് 5:27-ന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് കുതിച്ചുയരുക. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായക ദൗത്യമാണ് ഇന്ന് നടക്കുന്നത്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം ലോഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപണം. 4400 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹമാണ് CMS-03. ഉപഗ്രഹം കടലിലും കരയിലും ഏത് കാലാവസ്ഥയിലും വാർത്താവിനിമയം സുഗമമാക്കും. കാലാവധി കഴിഞ്ഞ GSAT-7 പകരമായാണ് CMS വിക്ഷേപിക്കുന്നത്. സൈനിക ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തും. ദുരന്ത നിവാരണത്തിനും ഉപയോഗിക്കും. 7 വർഷമാണ് കാലാവധി. വിദേശ ഉപഗ്രഹങ്ങളെ ആശ്രയിക്കാതെ പ്രതിരോധ വാർത്താവിനിമയത്തിന് തദ്ദേശീയ സംവിധാനം പ്രയോജനപ്പെടുത്താമെന്നതാണ് വലിയ നേട്ടം. ഇന്ത്യൻ ഉപഭൂഖണ്ഡവും അതിനു ചുറ്റുമുള്ള സമുദ്രഭാഗങ്ങളും നിരീക്ഷണ പരിധിയിൽ വരും. LVM-3 M5 റോക്കറ്റിൽ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണിത്. ഭാരമേറിയ വാഹകശേഷിയുള്ളതിനാൽ ബാഹുബലി എന്നാണ് LVM-3 M5 റോക്കറ്റിനെ വിശേഷിപ്പിക്കുന്നത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ദൗത്യമായതിനാൽ ഉപഗ്രഹത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ISRO പുറത്തുവിട്ടിട്ടില്ല. ISRO ഒരു വിക്ഷേപണവും ഇത്ര രഹസ്യ സ്വഭാവത്തോടെ കൈകാര്യം ചെയ്യുന്നതും ഇതാദ്യമായാണ്. 2025-ലെ ISROയുടെ 4ാമത്തെ വിക്ഷേപണ ദൗത്യമാണ് LVM-3 M5. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ വിജയകരമായ വിക്ഷേപണമായിരുന്നു LVM-3 റോക്കറ്റിന്റെ മുൻ ദൗത്യം. ന്യൂസ് ഡെസ്ക്, അമൃത TV. എന്തായാലും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ആവേശം അങ്ങനെ ഉയർന്നുയർന്നു വരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വീണ്ടും എത്തുന്നുണ്ട്. വിവിധ റാലികളിലും പാട്നയിൽ റോഡ് ഷോയിലും ഒക്കെ അദ്ദേഹം പങ്കെടുക്കും. നവംബർ 3-ന് പ്രധാനമന്ത്രി കട്ടിഹാറിൽ പൊതുയോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ 8 ദിവസത്തിനിടെ ഇത് അദ്ദേഹത്തിന്റെ 3ാമത്തെ സന്ദർശനമാണ്. പണ്ടത്തെ പോലെയൊന്നുമല്ല, ആളുകൾ ആരോഗ്യത്തിലൊക്കെ ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ. പണ്ടൊക്കെ പുരുഷന്മാർ മാത്രമായിരുന്നു ജിമ്മിലൊക്കെ പോയിരുന്നത്, പക്ഷേ ഇപ്പോൾ അത് മാറി. അതുകൊണ്ട് തന്നെ വനിതകൾക്ക് മാത്രമായൊരു വ്യായാമ കേന്ദ്രം ഒരുക്കുകയാണ് ആലപ്പുഴ പുന്നപ്ര തെക്ക് പഞ്ചായത്ത്. ആ സ്വപ്ന നിമിഷത്തിലേക്ക് അവരെത്തിച്ചത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇച്ഛാശക്തിയാണ്. വനിതകൾക്ക് ഒരു വ്യായാമ ഇടം, അത് പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു. വനിതകൾക്ക് സ്വതന്ത്രമായി വ്യായാമ കാര്യങ്ങളിൽ ഏർപ്പെടാൻ ചെലവ് കുറഞ്ഞ ഒരു വേദി ഒരുക്കുക എന്നതായിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ ലക്ഷ്യം. കടമ്പകൾ ഒരുപാട് കടന്ന് പഞ്ചായത്ത് ആ ലക്ഷ്യത്തിലേക്കെത്തി. ഇന്ന് പഞ്ചായത്തിലെ 200ഓളം വനിതകൾ രാവിലെയും വൈകിട്ടുമായി ഈ വ്യായാമ കേന്ദ്രത്തിലെ സ്ഥിരം താരങ്ങളാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്ത ജിംനേഷ്യം നിരവധിയുണ്ട്. അവിടെ വനിതകൾക്ക് യഥേഷ്ടം അവരുടെ
കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയുമെന്നുള്ള വിശ്വാസമില്ല. അപ്പോൾ ഗ്രാമസഭകളിലൊക്കെ ഇത്തരം ചർച്ചകൾ, അതുപോലെ തന്നെ വാർഡുകളിലെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ കുറേ പേര് മുന്നോട്ട് വെച്ചൊരാശയമാണ് വനിതാ ജിം എന്നുള്ളത്. അത് അവരുടെ ആശയം മുന്നോട്ട് വെച്ച ആ വർഷം തന്നെ നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുക ചെയ്തത്. പഞ്ചായത്തിലെ വനിതകൾക്കാകെ പുതിയ ഒരു അനുഭവം സമ്മാനിച്ചാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത്. ഓരോ ദിനം കഴിയുന്തോറും പ്രായഭേദമന്യേ നിരവധി വനിതകളാണ് ഇവിടെ എത്തുന്നത്. ബീച്ച് പ്രസ്, ചെസ്റ്റ് പ്രസ്, ലാറ്റ് പുൾ ഡൗൺ, ലെഗ് പ്രസ്, പെഗ് ഫ്ലൈ, ലെഗ് എക്സ്റ്റൻഷൻ സ്മിത്ത്, പ്രിയേച്ചർ കേൾ, ത്രെഡ്മിൽ, സൈക്കിൾ തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു 50, 55, 60 വയസ്സ് വരെയുള്ള ആളുകൾ വരെ ഇവിടെ ഈ ജിമ്മിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ സൗകര്യപൂർവ്വമാണ്. അതുമാത്രമല്ല 2 നേരം കൂടെ ആകുമ്പം കുട്ടികളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരുണ്ട്. വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരുണ്ട്. വളരെ സൗകര്യമാണ്, സന്തോഷമുണ്ട്. ഈ കാര്യത്തിൽ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. സ്കൂൾ കോളേജ് ലെവലിൽ നിരവധി തവണ സ്വർണ്ണ മെഡൽ നേടിയ ശ്രീലക്ഷ്മിയാണ് ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകി ഒപ്പമുള്ളത്. ട്രാക്കിൽ താൻ നേടിയ മെഡലുകൾക്കപ്പുറമായി ഒരു വലിയ തലമുറയെ ആരോഗ്യപൂർണമായ പുതിയ സംസ്കാരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് ശ്രീലക്ഷ്മി. എന്തായാലും പദ്ധതി ക്ലിക്കായതോടെ പഞ്ചായത്തിലെ നിരവധി സ്ത്രീകളാണ് ഒഴിവ് സമയം കണ്ടെത്തി ശരീര സൗന്ദര്യത്തിനു വേണ്ടി ഈ വനിതാ ജിമ്മിലേക്ക് എത്തുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. അമൃത ആശുപത്രിയിൽ ആദ്യ ബ്രെയിൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ശിവകുമാർ മേനോൻ നർമ്മദ പരിക്രമണത്തിനായി കാൽനടയായി സഞ്ചരിച്ചത് 3500 കിലോമീറ്റർ. 140 ദിവസങ്ങൾ കൊണ്ടാണ് അദ്ദേഹം യാത്ര പൂർത്തിയാക്കിയത്. യാത്രയുടെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള ശിവകുമാർ മേനോന്റെ പുസ്തകം നർമ്മദാഹർ കൊച്ചിയിൽ പ്രകാശനം ചെയ്തു. 140 ദിവസങ്ങൾ കാൽനടയായി 3500 കിലോമീറ്റർ നടന്നാണ് ശിവകുമാർ മേനോൻ നർമ്മദ പരിക്രമണം പൂർത്തിയാക്കിയത്. തന്റെ യാത്രയിലെ അനുഭവങ്ങളാണ് അദ്ദേഹം പുസ്തകരൂപത്തിൽ പുറത്തിറക്കിയിരിക്കുന്നത്. കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ വെച്ച് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് PS ഗോപിനാഥൻ പുസ്തകം പ്രകാശനം ചെയ്തു. എഴുത്തുകാരി ശ്രീകുമാരി രാമചന്ദ്രനാണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. നർമ്മദ പരിക്രമണത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യ പുസ്തകമാണ് നർമ്മദാഹർ. മഹാരാജാസ് കോളേജ് ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ വിനേത് കുമാർ കല്ലോലിക്കൽ പുസ്തകം പരിചയപ്പെടുത്തി. നർമ്മദാഹർ രചിച്ചത് തന്റെ നിയോഗമാണെന്ന് ശിവകുമാർ മേനോൻ പറഞ്ഞു. കൊച്ചി അമൃത ആശുപത്രിയിലെ ആദ്യ ബ്രെയിൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ആളാണ് അദ്ദേഹം. അതിനുശേഷം ചെയ്യുന്ന വലിയ ഉദ്യമമാണ് നർമ്മദ പരിക്രമണം. യാത്ര കഠിനമായിരുന്നു, പക്ഷെ അറിഞ്ഞില്ല. കാരണം ഇതെല്ലാം നമ്മളെ കൺട്രോൾ ചെയ്യുന്ന വേറൊരു ശക്തിയുണ്ട്. ആ ശക്തി കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോണത്. നർമ്മദയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആർക്കും അറിഞ്ഞൂടാത്തതുകൊണ്ട് പറഞ്ഞു തരാൻ ആരും ഇല്ലാണ്ടിരുന്നു. അപ്പോൾ എന്താണ്, എനിക്ക് നിയോഗം പോലെ ഈ നർമ്മദ ഒരു ശക്തി, ആ ശക്തി എനിക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. അത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അമൃത ഹോസ്പിറ്റലിൽ എൻ്റെ ബ്രെയിനിൻ്റെ ഒരു ഇത് വന്നിരുന്നു. അന്ന് എന്നെ സർജറി ചെയ്തു. അമൃത ഹോസ്പിറ്റലിലെ ആദ്യത്തെ സർജറി എൻ്റെ ആയിരുന്നു. വലിയൊരു ചരിത്ര സൂക്ഷിപ്പിനു കൂടി ഉപകരിക്കുന്നതാണ് പുസ്തകമെന്ന് ജസ്റ്റിസ് PS ഗോപിനാഥൻ അഭിപ്രായപ്പെട്ടു. ലളിതമായ ഭാഷയിൽ 7 അധ്യായങ്ങളാണ് പുസ്തകത്തിലുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. കുതിരാനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഒറ്റയാനയെ മയക്കുവെടി വെക്കണമെന്ന ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് നാട്ടുകാർ. തുടർച്ചയായി കാട്ടാന ഇറങ്ങുന്നത് പ്രദേശവാസികളെ വലിയ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടിറങ്ങിയ ഒറ്റയാൻ വനംവകുപ്പിന്റെ ജീപ്പും തകർത്തിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുതിരാനിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് കാട്ടാനകൾ. സന്ധ്യ മയങ്ങിയാൽ കാടിറങ്ങുന്ന ആനകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുകയാണ്. ഏതാനും ദിവസം മുൻപ് കാട്ടാനയുടെ ആക്രമണത്തിൽ കുതിരാനിലെ ഫോറസ്റ്റ് വാച്ചർ ബിജുവിന് പരിക്കേറ്റിരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബിജുവിന് നേരെ ആക്രമണമുണ്ടായത്. ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ബിജു ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനിടയിലാണ് ഇന്നലെ വൈകിട്ടും കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ആന ഇറങ്ങിയെന്നറിഞ്ഞ് സ്ഥലത്തെത്തിയ വനംവകുപ്പിന്റെ വാഹനമാണ് ഇന്നലെ കാട്ടാന ആക്രമിച്ചത്. ആന ഇറങ്ങുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. എത്രയും പെട്ടെന്ന് കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന് നാട്ടുകാർ പറയുന്നു. നമുക്ക് ഈ പ്രശ്നക്കാരനായ ആനേനെ ഇവിടുന്ന് തുരത്തി മാറ്റിയില്ലെങ്കിൽ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. അത് വീണ്ടും പോയി കുതിരാൻ അവിടെ എത്തി ഫോറസ്റ്റുകാരെ ജീപ്പ് ഇതുവഴി പോയി ഫോറസ്റ്റുകാരെ ജീപ്പ് കുത്തി ബോണറ്റെല്ലാം കുത്തി തകർത്ത് 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വണ്ടിയിലുണ്ടായിരുന്നു.
ഭാഗ്യം കണ്ടാണ് അവരുടെ ജീവൻ ഇന്നലെ തിരിച്ചു കിട്ടിയത്. ആനയെ ഫലപ്രദമായി കാടുകയറ്റുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന നാട്ടുകാർ പറയുന്നു. ആനകളെ പ്രതിരോധിക്കാൻ ഒരു ഭാഗത്ത് ഫെൻസിംഗ് വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ കാടുകയറ്റാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. എന്തൊക്കെ പുതിയ കണ്ടെത്തലുകളാണല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വായുവിൽ നിന്ന് കുടിവെള്ളം സംഭരിക്കുന്ന യന്ത്രവുമായി എത്തിയിരിക്കുകയാണ് എടവണ്ണപ്പാറ ചാലിയപ്പുറം ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. 6ാം ക്ലാസ്സുകാരിയ ഹെന ഫാത്തിമയും 7ാം തരത്തിൽ പഠിക്കുന്ന മുഹമ്മദ് ആദിലുമാണ് അറ്റ്മോസ്ഫിയറിക് വാട്ടർ ജനറേറ്റർ എന്ന ഉപകരണം നിർമ്മിച്ച് ശ്രദ്ധ നേടുന്നത്. ഈർപ്പമുള്ള അന്തരീക്ഷ വായുവിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുത്ത് കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണമാണ് അറ്റ്മോസ്ഫിയറിക് വാട്ടർ ജനറേറ്റർ. സുനിത വില്യംസ് ബഹിരാകാശ യാത്ര നടത്തിയപ്പോൾ ദിവസങ്ങളോളം ബഹിരാകാശത്ത് ജലം ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളാണ് മലപ്പുറം എടവണ്ണപ്പാറ ചാലിയം ഗവൺമെന്റ് UP സ്കൂളിലെ ഈ കുട്ടികളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായത്. സയൻസ് ടീച്ചർ PP പ്രിയ കുട്ടികളുടെ സംശയങ്ങൾക്ക് ഉത്തരവുമായി കൂടെ നിന്നു. അതിന് വേണ്ട സപ്പോർട്ട് ഇവിടുത്തെ അധ്യാപകര്, HMന്റെ നേതൃത്വത്തിൽ ശാസ്ത്ര അധ്യാപകരും PT ഒക്കെ വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ഇങ്ങനൊരു പ്രോജക്റ്റിലേക്ക് എത്തിപ്പെടുകയും അത് വിജയകരമാവുകയും ചെയ്തു. കുട്ടികൾ സോഷ്യൽ മീഡിയയെയും പഠനത്തിനായി ഉപയോഗിച്ചു. അറ്റ്മോസ്ഫിയറിക് വാട്ടർ ജനറേറ്റർ നിർമ്മാണത്തിനാവശ്യമായ ചിത്രം തയ്യാറാക്കിയപ്പോൾ ഇതിന്റെ ഇലക്ട്രിക്കൽ സംവിധാനം സുഹൈൽ എന്ന ഒരു യുവ സൗണ്ട് എഞ്ചിനീയറാണ് നിർമ്മിച്ചു നൽകിയത്. നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ശുദ്ധജലം അത്ര ലഭ്യമല്ലാത്ത സ്ഥലത്ത് ഉപയോഗിച്ചുകൂടാ? ഈ ചോദ്യമാണ് നമ്മളെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് എത്തിച്ചത്. ആദ്യം ഫാൻ വെച്ച് വായുവിനെ വലിച്ചെടുക്കുന്നു, പിന്നീട് അതിനെ കംപ്രസർ വായുവിനെ ചുരുക്കുന്നു. അപ്പോൾ വായുവിന്റെ മർദ്ദം കൂടുകയും അത് ചൂടാവുകയും ചെയ്യും. അപ്പോൾ അതിനെ ചെറിയൊരു പൈപ്പിലൂടെ കടത്തിവിടും. അപ്പോൾ മർദ്ദം കുറഞ്ഞു വരുമ്പോൾ വായു ലിക്വിഡ് ഫോമായി കളക്ടിംഗ് ടാങ്കിലേക്ക് മാറും. വായുവിൽ നിന്ന് എടുക്കുന്നതായതിനാൽ വെള്ളത്തിൽ മിനറൽസ് എല്ലാം തന്നെ ഉണ്ടാകണമെന്നില്ല. മിനറൽസ് ചേർത്തതിനു ശേഷം ശുദ്ധീകരിക്കുന്നതോടെ വെള്ളം കുടിക്കാൻ പാകത്തിനാകും. അമൃത ന്യൂസ്, കോഴിക്കോട്. ഏറെക്കാലമായി പ്രവാസികളുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു സമഗ്രമായ ആരോഗ്യ അപകട ഇൻഷുറൻസ് പരിരക്ഷ. ഇപ്പോൾ എന്തായാലും അതിന് വഴിയൊരുക്കിയിരിക്കുകയാണ് കേരള സർക്കാർ. ലോക കേരള സഭയിൽ ഉൾപ്പെടെ ഉയർന്ന ആശയത്തിന്റെ സാക്ഷാത്കാരമാണ് കേരള സർക്കാർ റൂട്ട്സ് മുഖേന അവതരിപ്പിക്കുന്ന നോർക്ക കെയർ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി. ഇതിലൂടെ നിരവധി പ്രവാസികൾ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആകുമെന്ന് നോർക്ക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കൊലാശ്ശേരി പറഞ്ഞു. പദ്ധതിയുടെ സവിശേഷത എന്നത് 5 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസിനോടൊപ്പം 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കവറേജും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. പ്രവാസിയോടൊപ്പം പ്രവാസിയുടെ കുടുംബത്തിനും ഇതിനകത്ത് പരിരക്ഷ നൽകുന്നുണ്ട്. സാധുവായ നോർക്ക പ്രവാസി ID കാർഡുള്ള പ്രവാസി കേരളീയർ, വിദേശത്ത് പഠിക്കുന്ന നോർക്ക സ്റ്റുഡൻസ് ID കാർഡുള്ള വിദ്യാർത്ഥികൾ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള NRK ID കാർഡുള്ള പ്രവാസികൾ എന്നിവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. 18നും 70 വയസ്സിനും ഇടയിലുള്ള പ്രവാസികൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാം. പദ്ധതിയുടെ ഭാഗമായിട്ട് നിലവിലുള്ള ഏത് ആരോഗ്യ അവസ്ഥയോടുകൂടി പ്രത്യേക മെഡിക്കൽ പരിശോധന ഇല്ലാതെ തന്നെ 18നും 70 വയസ്സിനിടയിലുള്ള പ്രവാസി മലയാളികൾക്ക് ഈ പദ്ധതിയിൽ ഭാഗമാകാം. ലോകത്തെമ്പാടുമുള്ള പ്രവാസി കേരളീയരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രതിബദ്ധതയുടെ തെളിവ് കൂടിയാണ് നോർക്ക കെയർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളം നേടിയെടുത്ത വലിയ നേട്ടം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്ന് ആംഡ് ഫോഴ്സ് ട്രിബ്യൂണൽ ചെയർപേഴ്സൺ ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ. ഡൽഹി കേരള ഹൗസും PRDയും സംയുക്തമായി സംഘടിപ്പിച്ച കേരളപ്പിറവിയുടെ 69ാം വാർഷികാഘോഷവും മലയാള ദിന ഭരണഭാഷാ വാരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ കേരള ഹൗസ് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റബേക്ക മത്തായി ഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പത്മശ്രീ ലീല ഓംചേരി ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള ഗാനാർച്ചനയും നടന്നു. ലീല ഓംചേരിയുടെ അനുസ്മരണാർത്ഥം ശിഷ്യരുടെ നേതൃത്വത്തിലാണ് ഗാനാർച്ചന സംഘടിപ്പിച്ചത്. ഡെവൻ ഫുഡ്സിൻ്റെ ക്രഷ്ഡ് ചില്ലി ചിക്കൻ മസാല, ഇൻസ്റ്റന്റ് ഉപ്മാ മിക്സ് എന്നീ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അവതരിപ്പിച്ചു. ഏറ്റുമാനൂർ തെള്ളകം പെൻറ്റഗൺ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം റബേക്ക സന്തോഷ് മുഖ്യ അതിഥിയായിരുന്നു. നാക്സോസ് MD ഹിറാസ്, പോത്തീസ് വൈസ് പ്രസിഡന്റ് സുധീർ കണക്കോട് എന്നിവരും പങ്കെടുത്തു. ഡെവൻ ഫുഡ്സ് MD രത്തൻലാൽ ജെയിൻ ബ്രാഫ്ന,
സിഇഒ എന്നിവർ ചേർന്ന് ഉൽപ്പന്നങ്ങൾ പ്രകാശനം ചെയ്തു. ജവൻ ഫുഡ്സിന്റെ ക്രഷ്ഡ് ചില്ലി, ചില്ലി ചിക്കൻ മസാല, ഇൻസ്റ്റന്റ് ഉപ്മാ മിക്സ് എന്നീ പുതിയ ഉൽപ്പന്നങ്ങളെ ഉപഭോക്താക്കൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജവൻ ഫുഡ് സിഇഒ കെ ശജീന്ദ്രൻ പറഞ്ഞു. 38 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജവൻ ഫുഡ്സ് എല്ലാ മാസവും പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അവതരിപ്പിച്ചു വരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന പുതിയതായുള്ള ഒരു ദൗത്യം. അപ്പം ഈ 3 പ്രോഡക്റ്റും ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പൂർണ്ണ വിശ്വാസമുണ്ട് ഈ 3 പ്രോഡക്റ്റും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും, ജനങ്ങൾ ഇതിനെ ആസ്വദിച്ച് തന്നെ കഴിക്കും എന്ന കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഇനി കാണാം സെൻട്രൽ മാഗസിനിൽ ഞണ്ട് കൃഷിയും ചിന്തുപാട്ടും വിശേഷങ്ങൾ. നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് പതിവ് പോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആലോചിക്കുകയായിരുന്നേ, ആവശ്യത്തിൽ കൂടുതൽ കാലുകളുള്ള ജീവികളാണ് ഞണ്ടുകൾ. പക്ഷേ അവയ്ക്ക് എങ്ങോട്ടും ഓടി രക്ഷപ്പെടാനാവുന്നില്ല. കാരണം ഒരു ഞണ്ട് കയറിപ്പോകുമ്പോൾ ആ ഞണ്ടിൻ്റെ കാലുവാരാൻ സഹഞണ്ടുമാർ റെഡിയാണ്. എന്തൊരു ദുഷ്ടതരവും നമ്മൾ ചിലപ്പോൾ ആലോചിക്കും. പക്ഷേ അതല്ല സംഭവം. ഈ കയറിപ്പോകുന്ന ഞണ്ടിൻ്റെ കാലിൽ കടിച്ചു തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഈ ഞണ്ടുമാർ. ചുരുക്കം പറഞ്ഞാൽ ഒരുത്തിനെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നൊരു സ്ഥിതി അത് സംജാതമാക്കും. ഞണ്ടുകൾ പരസ്പരം സഹായിച്ചില്ലെങ്കിലും മനുഷ്യരെ അവർ സഹായിക്കുന്നുണ്ട്. നമ്മളുടെ ജീവിതം സെറ്റാക്കാൻ ഞണ്ടിന് കഴിയുന്നുണ്ട്. വിദേശനാണ്യം നേടിത്തരാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമാണ് ഞണ്ട്. ഞണ്ട് കൊഴിപ്പിക്കുന്നതിലൂടെ അങ്ങനെ പോക്കറ്റിൽ നിറച്ച് പൈസ ഉണ്ടാക്കുന്ന യുവ പ്രതിഭകളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ സെൻട്രൽ മാഗസിൻ ആദ്യം പറയുന്നത്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് അഥവാ കുഫോസിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളായ അരുൺദാസും അശ്വതിയും സഹപാഠികളും സുഹൃത്തുക്കളുമായിരുന്നു. പഠനശേഷം പരസ്പരം ഇഷ്ടപ്പെട്ട അവർ വിവാഹം കഴിച്ചു. പ്രത്യേകത അതിലൊന്നുമല്ല. ഇപ്പോൾ നൂതന സംവിധാനത്തിലൂടെ ഞണ്ട് കൃഷി നടത്തി വിജയിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്ന സംരംഭക പ്രതിഭകളാണ് ഈ ദമ്പതികൾ. ഞങ്ങൾ BFSC MFSC ഒരുമിച്ച് തന്നെയാണ്. ഞാനും എൻ്റെ വൈഫ് അശ്വതി MFSC തന്നെയാണ്, മാസ്റ്റർ ഇൻ അക്വാകൾച്ചറാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത് കരിമീൻ്റെ ജെനറ്റിക് ബ്രീഡിങ് കാര്യങ്ങളിലാണ്. അപ്പോൾ എന്നെ ഹെൽപ്ഫുള്ളാണ്, കംപ്ലീറ്റ് ആണ്. ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്ന സ്റ്റാർട്ടപ്പിൻ്റെ കോഫൗണ്ടർ പുള്ളി തന്നെയാണ്. അപ്പോൾ മാക്സിമം എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യയിൽ എവിടെയായാലും ട്രാവൽ ചെയ്യുകയാണെങ്കിലും, ഇനിയിപ്പോൾ കർഷകർക്ക് എക്സ്റ്റൻഷൻ വർക്ക് ആയാലും എല്ലാം അദ്ദേഹത്തിൻ്റെ ഹെൽപ്പും കൂടെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകാറുണ്ട്. ഇത് കൂടാതെ നമുക്കൊരു ഇതൊരു ഇന്നോവേറ്റീവും കൂടെ ആയിട്ടുള്ള സെഷൻ ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ ബ്രെയിൻ കൂടെ ഇതിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ VHSCയിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവാണ്. ഞണ്ട് കൃഷി എന്ന് പറയുന്നതിൽ ഒരു ചെറിയ പിശകുണ്ട്. 500 രൂപയ്ക്ക് പഞ്ഞിയണ്ടിനെ വാങ്ങി 1 മാസം തീറ്റ കൊടുത്ത് 2500 രൂപയ്ക്ക് വിൽക്കുന്ന ഞണ്ട് കൊഴുപ്പിക്കൽ എന്നതാണ് ഇവർ നടത്തുന്ന പ്രക്രിയ. ശരിക്കും ഒരു ഞണ്ടിൻ്റെ പൂർണ്ണ വളർച്ച വരുന്നത് ഏകദേശം ഒരു 1.5 വർഷമാണ്. പൂർണ്ണ വളർച്ചയെന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദന ഒരു കിലോ സൈസിലേക്ക് എത്തുന്നതിന്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാറ്റനിങ് ആണ്. അതായത് തോട് പൊഴിഞ്ഞ് കിട്ടുന്ന ഞണ്ടുകൾക്ക് പൊതുവെ മാർക്കറ്റ് കുറവാണ്. ഇപ്പോൾ മാർക്കറ്റിൽ 600 രൂപ വിലയുണ്ട്. ഒരു 2023 കാലഘട്ടത്തിൽ 400 രൂപ വരെ ആയിരുന്നുള്ളൂ. ഇപ്പോൾ 600 രൂപ വിലയുണ്ട്. ഫിഷർമാനിന് 300-350 രൂപ വരെ നേരത്തെ കിട്ടിയിരുന്നു. ഇപ്പോൾ അവർക്ക് 500 രൂപ വരെ ലഭ്യമാകുന്നുണ്ട്. ഈ മാർക്കറ്റിൽ കുറവുള്ള ഞണ്ടിനെ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കൊടുത്തിട്ടാണ് നമ്മളതിനെ ഫാറ്റൻ ചെയ്യുന്നത്. അതിന് ഏകദേശം 30 തൊട്ട് ഞണ്ടിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. ഒരു 300 ഗ്രാം തൊട്ട് 600 ഗ്രാം വരെയുള്ള ഞണ്ടാണെങ്കിൽ 20 ദിവസത്തിനുള്ളിലാവും. 600 ഗ്രാം തൊട്ട് 800-900 ഗ്രാം ആണെങ്കിലും 30-35 ദിവസവും, 1 കിലോയ്ക്ക് മേളിലാണെങ്കിൽ 45 മുതൽ 60 ദിവസം വരെ ഞണ്ട് ഉറയ്ക്കാനായിട്ട് എടുക്കുന്നുണ്ട്. ബിരുദാനന്തര പഠനകാലം മുതൽ അക്വാകൾച്ചർ രംഗത്തെ സംരംഭക സാധ്യതകൾ ഇവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ നടത്തിയ പഠന ഗവേഷണങ്ങളാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. 2018 ബാച്ചാണ്, ബാച്ചലർ ഓഫ് ഫിഷറി സയൻസ് എന്ന് പറയും, BFSC ആണ്. നമുക്കിപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് പനങ്ങാട് കൊച്ചിയിലാണുള്ളത്. അവിടെ ICRൻ്റെ കീഴിലുള്ളൊരു കോഴ്സാണ്. BFSC കഴിഞ്ഞു. BFSC കഴിയുമ്പോൾ തന്നെ ഇതൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ്, ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. 4 വർഷത്തെ ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പാഷൻ ഇതിലേക്ക് തോന്നുകയും ആ ഒരു സമയത്ത് തന്നെ ഞാൻ 2022 കാലഘട്ടങ്ങളിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ഫേം, ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തുളകളിട്ട ബാരലുകളിൽ ഞണ്ടിനെ വളർത്തുന്ന രീതിയാണ് ആദ്യം പരീക്ഷിച്ച് വിജയിപ്പിച്ചത്. കുളങ്ങളിലും കായലുകളിലും ഞണ്ടിനെ വളർത്തുമ്പോൾ അവ പരസ്പരം ആക്രമിക്കുകയും തീറ്റയാക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കാൻ പലതും പരീക്ഷിച്ചു. അങ്ങനെയുള്ളതിലും പരിമിതികൾ ഉണ്ടായപ്പോഴാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന
ബാരൽ രീതി പരീക്ഷിച്ചത്. നമുക്കിത് കരയിലും ചെയ്യാമെന്നുള്ളതാണ് ഞണ്ട് കൃഷിയുടെ മറ്റൊരു പ്രത്യേകത. ഞങ്ങൾ അക്വേറിയം കീപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഞണ്ടിനെ വീടുകൾക്കുള്ളിലും അല്ലെങ്കിൽ കരപ്രദേശത്തും ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ് നമ്മളിത് ഇൻവെൻറ്റ് ചെയ്തത്. ഇപ്പോൾ സാധാരണ ഞങ്ങളും ചെയ്തിരുന്നത്, എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നമ്മൾ പഠിച്ചു വന്നതൊക്കെ ഫിഷറീസ് തന്നെയാണ്. BFSC MFSC പഠിച്ചു. അതിന് ശേഷമാണ് ഇപ്പോൾ കൃഷിയിലേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങൾ കായലിലും കുളത്തിലൊക്കെ ചെയ്തു നോക്കി. പക്ഷേ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണം കുറയും. കാനിബോളിസമാണ്, പരസ്പരം കഴിക്കുന്ന പ്രവണതയുള്ളൊരു ജീവി ആയതുകൊണ്ട് തന്നെ എണ്ണം കുറയുന്നുണ്ട്. രണ്ടാമത്തത് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ, നമ്മുടെ മൺസൂണൊക്കെ വളരെയധികം ദൂരത്തേക്ക് മാറി. ഇപ്പോൾ ഏകദേശം 8 മാസം വരെ മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പുവെള്ളം ലഭ്യമല്ലാതാകുന്നു. പിന്നെ വരത്തൻ കല്ലുമ്മക്കായ പോലെയുള്ള കുറേ ഇൻഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പുറമേയുള്ള വളർച്ച വളരെ കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച് നമുക്കൊരു ഇൻഡോർ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് ചിന്തിച്ചാണ് നമ്മൾ ഈ രീതിയിലേക്ക് മാറിയത്. ചൂട് മൂലം ഞണ്ട് ചത്തുപോകുന്ന പ്രശ്നങ്ങൾ ഈ ബാരൽ ഹാങ്ങിങ് രീതി മൂലം ഒഴിവായി. അതിനുശേഷം കുറച്ചുകൂടി കരയിൽ ഞണ്ട് കൃഷി ചെയ്യാനുള്ള രീതിയുടെ ഭാഗമായാണ് ഇവർ PVC പൈപ്പിൽ ഞണ്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയത്. ഉപ്പുവെള്ളം ലഭ്യമല്ലാത്ത സ്ഥലത്തും കിണർ വെള്ളത്തിൽ ഉപ്പ് കലക്കി ഞണ്ടിനെ കൊഴുപ്പിച്ചെടുക്കാം എന്നതാണ് ഈ രീതിയുടെ ഗുണം. സ്ഥലപരിമിതിയുള്ളവർക്ക് ഞണ്ട് വളർത്താൻ ഏറെ പ്രയോജനപ്പെടുന്ന രീതിയാണിത്. ഓരോ ഞണ്ടും ഓരോ പ്രത്യേക റൂം തിരിച്ച് അതിൻ്റെ ഉള്ളിൽ വെള്ളം കൃത്യമായി കൊടുത്ത് വേസ്റ്റ് കൃത്യമായി കളഞ്ഞ് ഫീഡ് കൊടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനം ഓക്സിജൻ അടക്കം കൊടുത്ത് വളർത്തുന്ന ഒരു രീതിയുണ്ട്. അതിൻ്റെ തന്നെ ചെറിയൊരു രൂപമാണ് ബക്കറ്റ് ഫാമിംഗ് എന്ന് പറയുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഡെയിലി ഞണ്ടിന് ആവശ്യമായിട്ടുള്ള പോഷകാഹാരവും അതിനാവശ്യമായിട്ടുള്ള നമ്മളിപ്പോൾ ശ്വസിക്കുന്ന ഓക്സിജൻ പോലെ തന്നെ അവർക്ക് ഓക്സിജൻ ലഭിക്കണമെങ്കിലും അവരുടെ ഓസ്മോ റെഗുലേഷൻ ആന്തരാവയവങ്ങളിലെ രക്തചംക്രമണം അടക്കം നടക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പുവെള്ളം ആവശ്യമാണ്. ഉപ്പുവെള്ളത്തിൻ്റെ അളവ് നമ്മൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് ചെറിയ അക്വേറിയങ്ങളിൽ പോലെ തന്നെ ബക്കറ്റുകളിലാണ് 50 ലിറ്ററിൻ്റെ ബക്കറ്റുകളിലാണ് നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നത്. ഈ 2 രീതികളാണ് നമ്മൾ ചെയ്യുന്നത്. റീസർക്കുലേഷനും ബക്കറ്റ് ഫാമിംഗ് എന്ന് പറയുന്ന 2 കൃഷി രീതികളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ശുദ്ധജലത്തെ ഉപ്പുവെള്ളമാക്കി മാറ്റിയാണ് ഞണ്ട് കൃഷി ചെയ്യുന്നത്. 8 ഇഞ്ചിൻ്റെ PVC പൈപ്പിനുള്ളിലാണ് ഞണ്ടിനെ വളർത്തുന്നത്. 25 ദിവസം കൊണ്ട് തന്നെ ഞണ്ടിനെ നല്ല രീതിയിൽ തൂക്കവർദ്ധന ഉണ്ടാവും. RIS എന്ന് പറയും, റീസർക്കുലേറ്ററി എക്കോകൾച്ചർ സിസ്റ്റമാണ്. അതായത് നമ്മളൊരു മിനറൽ മിക്സിനകത്ത് ക്രാബിനെ വളർത്തുന്നതാണ് പരിപാടി. അത് വാട്ടർ ക്രാബിനെ കിട്ടും. അതിന് നമ്മളൊരു 40 to 45 ഡേയ്സ് കൊണ്ട് മഡാക്കിയിട്ട് സെല്ല് ചെയ്യുന്നതാണ് പരിപാടി. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ക്രാഫ്റ്റ് ഫാമേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇപ്പോൾ അരുണാണെങ്കിലും റീറ്റെയിൽ സെയിൽസ് അരുണുണ്ട്, അരുൺ റിട്ടേൺ എടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് എക്സ്പോർട്ടേഴ്സിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞണ്ട് വളരുന്ന കമ്പാർട്ട്മെൻറ്റിനകത്തേക്ക് പുതിയ വെള്ളം വരാനും ഞണ്ടിൻ്റെ കാഷ്ടവും ഭക്ഷണാവശിഷ്ടങ്ങളും പുറത്തു കളയാനുമുള്ള സൗകര്യങ്ങൾ കമ്പാർട്ട്മെൻറ്റിലുണ്ട്. നമ്മൾ പുറമേ കൃഷി ചെയ്യുന്ന രീതികളിൽ കുറേ മിത്തുകളുണ്ട്. ഇപ്പം ഞണ്ടുകൾ മറ്റു ഭക്ഷണങ്ങൾ ചെളി തിന്നും, കപ്പ തിന്നും, അതുപോലെ തന്നെ ഇവർ മൈഗ്രേറ്റ് ചെയ്യുന്നത് ശുദ്ധജലത്തിൽ കിടക്കും. അങ്ങനെ കുറേ മിത്തുകളുണ്ട്. അതുപോലെ 1 സെൻറ്റിൽ നമുക്ക് 200 ഞണ്ട് വരെ വളർത്താം എന്നുള്ളൊക്കെ കുറേ മിത്തുകളുണ്ട്. അങ്ങനെയല്ല, ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഡ് ഔട്ട് കൊടുത്ത് ഒളിച്ചിരുന്ന് ഫാറ്റൻ ചെയ്യേണ്ട ഒരു രീതി. അതുകൊണ്ടാണ് മഡ് ക്രാബ് എന്ന് വിളിക്കുന്നത്. മണ്ണിലിരുന്ന് അല്ലെങ്കിൽ മഡിനോട് സിമിലർ ആയിട്ടുള്ള കളർ കിട്ടി ഹൈഡ് ഔട്ട് ചെയ്തിരിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് മഡ് ക്രാബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പറയും. വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൊണ്ടുവരുന്നതിനെ ക്വാറന്റൈൻ ചെയ്ത് അക്ലിമേറ്റൈസ് ചെയ്ത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളവുമായി പൊരുത്തപ്പെടുത്തുക എന്ന രീതിയാണ്. അതെല്ലാം ചെയ്തിട്ടാണ് ശാസ്ത്രീയപരമായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ അസിഡിറ്റി, രാസഘടന എന്നിവ കൃത്യമായി പരിശോധിക്കണം. സ്വയം കൃഷി ചെയ്യുന്നതിനൊപ്പം മറ്റ് കർഷകരെ പഠിപ്പിക്കാനും ഇവർ തയ്യാറാവുന്നുണ്ട്. പനങ്ങാട് മേഖലയിൽ മാത്രം ഏതാണ്ട് 80ഓളം കൃഷിക്കാർക്ക് ഇതിനകം പരിശീലനം നൽകിക്കഴിഞ്ഞു. ഇതോടൊപ്പം കേരളത്തിനകത്തും പുറത്തും നിരവധി ക്ലാസുകളും എടുക്കുന്നുണ്ട്. നമുക്കിത് കൂട് കൃഷിയിൽ ചെയ്തപ്പോൾ തന്നെ നമുക്കിതിനൊരു സാമ്പത്തിക ലാഭം ലഭ്യമായപ്പോഴത്തേക്കും കുഫോസുമായിട്ടും ഈ പറഞ്ഞ CCRI ഒക്കെ ആയിട്ട് ഇൻക്യുബേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കർഷകരിലേക്ക് ഒരു എക്സ്റ്റൻഷൻ വർക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിന് ഈ ഫീസ് നമ്മൾ ഈടാക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ക്യാമ്പസിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്യാമ്പസ് ഫീസായിട്ടും കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, ഫുഡ് അറേഞ്ച് ചെയ്യുക അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ചെറിയ രീതിയിൽ അവർക്കൊരു സ്റ്റാർട്ടപ്പ് ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയാലും ഒരു 6 തൊട്ട് 8 മാസം വരെ അവർക്കൊരു ഇനീഷ്യൽ ഓൺലൈൻ സ്റ്റാർട്ടപ്പ് എന്ന രീതിയിലും കൊടുക്കാറുണ്ട്. കയറ്റുമതിക്കായാണ് പ്രധാനമായും ഞണ്ട് കൊഴുപ്പിക്കുന്നത്. ചൈന, കൊറിയ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ ആളുകളുടെ ഇഷ്ടവിഭവമാണ് ഞണ്ട്. അതുകൊണ്ട് തന്നെ ആഘോഷവേളകളിൽ വില കുതിച്ചുയരും.
പൊതുവേ നമുക്കിപ്പോൾ കേരളത്തിൽ പൊതുവേ ആൾക്കാർ വളരെ കുറവാണ് കഴിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഏകദേശം 30 കിലോളം ക്രാബിൻ്റെ ഓർഡറുണ്ട്. അത് എക്സ്പോർട്ടിംഗ് ഏജൻസികൾക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ചെന്നൈയിൽ നിന്നാണ് പൊതുവേ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ മറ്റ് സിറ്റികൾ ബാംഗ്ലൂർ, ഹൈദരാബാദ്, മഹാരാഷ്ട്രയിൽ, മുംബൈ പോലെ സിറ്റികളിലുള്ള ആൾക്കാർ ഇത് വളരെ നന്നായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന് മുന്നിലത്തെ വർഷം വരെയും പോയിക്കൊണ്ടിരുന്നത് തായ്ലാൻഡ്, സിംഗപ്പൂർ, മലേഷ്യ, ചൈന പോലെയുള്ള വിദേശ രാജ്യങ്ങളിലേക്കാണ്. അപ്പോൾ ചെന്നൈയിൽ നിന്നാണ് ഇത് പോയിക്കൊണ്ടിരുന്നത്. എക്സ്പോർട്ട് ഓറിയൻറ്റഡായിട്ടാണ് കൂടുതലും ഇതിൻ്റെ മാർക്കറ്റ് വരുന്നത്. ഇവിടെയും ആയി വരുന്നുണ്ട്, ആൾക്കാർ അവെയർ അല്ല, ഇപ്പോൾ ആയി വരുന്നുണ്ട് കൂടുതൽ. ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിൻ്റെ ലെഗിൻ്റെ സൈസ്, പിന്നെ അതിൻ്റെ ആക്ടിവിറ്റി, പിന്നെ അതിൻ്റെ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ, അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് മാത്രമേ എക്സ്പോർട്ട് പോവുള്ളൂ. മത്സ്യത്തൊഴിലാളികൾ എത്തിച്ചു കൊടുക്കുന്ന പഞ്ഞിഞ്ഞണ്ടിന് തീറ്റ നൽകി വളർത്തിയാൽ 1 മാസത്തിനകം തോടിന് കട്ടിവയ്ക്കും. വലിയ ഞണ്ടുകൾക്ക് ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ 20 മുതൽ 40 ദിവസം വരെ വേണ്ടി വന്നേക്കാം. 1 കിലോയിലേറെ തൂക്കമുള്ള XXL ഞണ്ടുകൾക്ക് 3000 രൂപ വരെ വില ലഭിക്കുന്നു. വാട്ടർ ക്രാബും മഡ് ക്രാബും ഉണ്ട്. വാട്ടർ ക്രാബ് എന്ന് പറഞ്ഞാൽ തോട് പൊഴിഞ്ഞ് കുറച്ച് സമയമായിട്ടുള്ള ക്രാബിനെയാണ് വാട്ടർ ക്രാബ് എന്ന് പറയുന്നത്. അതിന് മാംസം തീരെ കുറവായിരിക്കും. മഡ് ക്രാബ് എന്ന് പറയുമ്പോഴത്തേക്കും തോട് പൊഴിഞ്ഞതിന് ശേഷം ഏകദേശം 1 മാസത്തിനടുത്ത് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് മഡ് ക്രാബ് എന്ന്, അതിൽ മീറ്റ് ഉണ്ടാവും. അപ്പോൾ ആ മീറ്റുള്ള ക്രാബിന് വേണം നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത്. ഫിനാൻഷ്യലി പ്രോഫിറ്റബിൾ ആണ് ഈ സാധനം. കാരണം നമ്മൾ ഓൾറെഡി അക്വാകൾച്ചറിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ലാസ്റ്റ് 4 years ആയിട്ട് അക്വാകൾച്ചറിൽ തന്നെ ഉള്ളവരാണ്. അപ്പോൾ അതിൽ നമ്മൾ ഓപ്പൺ പോണ്ടിൽ, നാച്ചുറൽ പോണ്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് അത് ഒരു നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കൾച്ചറാണിത്. അതായത് വെള്ളം കാര്യങ്ങളെല്ലാം നമ്മുടെ ഇതിലാണ്, കൺട്രോളിലാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് നമുക്ക് ആനിമലിനെ അത്ര ഹെൽത്തി ആയിട്ട് ഓർഗാനിക്കായിട്ട് നമുക്ക് ഫാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉള്ളത്. നമ്മൾ എത്ര ഉൽപ്പാദിപ്പിച്ചാലും ഇത് എടുക്കാനും ആൾക്കാരുണ്ട്, എക്സ്പോർട്ട് പോകുന്നുണ്ട് നമുക്ക്. പക്ഷേ ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഹാച്ചറീസ്, ക്രാബിൻ്റെ ഹാച്ചറീസ് വളരെ ചുരുക്കമാണ്. അതിൻ്റെ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ. സീസൺ നോക്കി ഉൽപ്പാദനം ക്രമീകരിച്ചാൽ മികച്ച നേട്ടം ഉറപ്പാക്കാം. ശ്രദ്ധയോടെ കൃഷി ചെയ്താൽ എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ഞണ്ടുകളെ തന്നെ ഉൽപ്പാദിപ്പിക്കാനാവും. അപ്പോൾ തൂമ്പ് വെച്ച് കയറ്റി ഇറക്കിയുള്ള കൃഷിസ്ഥലങ്ങളായിരുന്നു പണ്ട് തൊട്ടേ നമ്മുടെ ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ സ്ഥലം അരുക്കുറ്റിയാണ്. അരുക്കുറ്റിയിലുള്ള വള്ളക്കാരും ഫിഷർമാനൊക്കെയാണ് കൂടുതലായിട്ടും ഞണ്ടിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീടാണ് ഇതിനെ ഫാറ്റൻ ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയത്. നമ്മൾ ചെയ്യുന്നതും ഫാറ്റനിങ് ആണ്. ഏതൊരു ജീവിയെപ്പോലെ ഇതൊരു ക്രസ്റ്റേഷ്യൻ വിഭാഗത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ തോട് പൊഴിക്കുക എന്നതാണ് ഇവർ വലുതാകാനുള്ള, അല്ലെങ്കിൽ ഇവരുടെ ഗ്രോത്ത് പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വലുതാവുമ്പോൾ നമ്മുടെ ഷർട്ടൊക്കെ ചെറുതാവുന്ന പോലെ തന്നെ ഞണ്ട് വലുതാവുമ്പോൾ, അല്ലെങ്കിൽ ചെമ്മീൻ വലുതാവുമ്പോൾ അവരുടെ എക്സോസ്കെൽട്ടൻ എന്ന് പറയാം. നമ്മളെപ്പോലെയല്ല, ഉള്ളിലല്ല ഇവർക്ക് ബോണുള്ളത്, പുറത്താണ് സ്കെൽട്ടൻ ഉള്ളത്. അപ്പോൾ ആ സ്കെൽട്ടൻ ചെറുതാകും. അപ്പോൾ അവർക്ക് അത് പൊട്ടിച്ച് പുറത്തേക്ക് വന്ന് പുതിയതായിട്ട് മാറണം. അപ്പോൾ ഞണ്ടിൻ്റെ ഒരു പ്രത്യേകത, ഇത് മാറുമ്പോൾ ഏകദേശം 50 മുതൽ 80% വരെ ശരീരഭാരം കൂടാൻ ചാൻസ് ഉണ്ട്. ആ ഒരു രീതിയാണ് നമ്മളിവിടെ അവലംബിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഞണ്ട് വന്നിരുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവേളയായിട്ട് ചെമ്മീൻ കെട്ടുകളിലാണ് വളർത്തിയിരുന്നത്. ഇപ്പോഴും കേരളത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഞണ്ട് വളർത്തുന്ന ആൾക്കാർ വളരെ കുറവാണ്. ആന്ധ്രയിലും ഒഡീഷയിലൊക്കെ ആണെങ്കിൽ അവിടെ ഏകദേശം ഏക്കർ കണക്കിന് ഏരിയകളിൽ 1 ഏക്കറിന് 1000 എന്ന തോതിൽ ഞണ്ട് വളർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഞണ്ട് കൃഷി ചെയ്താൽ രണ്ടുണ്ട് കാര്യം: പോഷകസമൃദ്ധമായ വിഭവങ്ങൾ ആസ്വദിക്കാം, ഒപ്പം കയറ്റുമതി ചെയ്ത് പോക്കറ്റ് നിറയ്ക്കാം. മനുഷ്യരെ പോലെ കലകൾക്കും ചില ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് സ്വഭാവങ്ങളുണ്ട്. ചില കാലങ്ങളിൽ ചില കലകൾ സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന മൺമറഞ്ഞു പോകും. അത്തരത്തിൽ ഇൻട്രോവേർട്ട് സ്വഭാവമുള്ള കലകളെ പുനരുജ്ജീവിപ്പിക്കാനും സമൂഹത്തിൽ നിലനിർത്താനും ഈ സമൂഹത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഉത്ഭവിച്ച കലാരൂപമാണ് കാവടിച്ചിന്ത്. ചിന്തുപാട്ട് വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ആവിർഭവിച്ച്
കേരളത്തിൻ്റെ ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും നിലകൊള്ളുന്ന കലാരൂപമാണ് കാവടിച്ചിന്ത്. അതാണ് മുരുകൻ്റെ സ്തുതികൾ, മുരുകൻ്റെ ജനനം എല്ലാം ഉണ്ട് ഇതിൽ. ഈ ശാസ്താംപാട്ടിൻ്റെ മാതിരി തന്നെ മുരുകനും ഉത്ഭവം ഉണ്ടല്ലോ, ആ ഉത്ഭവത്തിൻ്റെ കഥകൾ പാടി കുമ്മി രൂപത്തിൽ ആടി കൊടുക്കണം നമ്മൾ. ഇപ്പോൾ എന്ന് വെച്ചാൽ ആടി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുമ്മി അടിച്ചു കൊടുക്കണം. ഇപ്പോൾ തുള്ളക്കാർക്കാണ് നമ്മൾ ശാസ്താംപാട്ട് ഇരുന്ന് പാടുന്നു. കാവടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുള്ളാനുള്ള ആവേശം പകർന്നു കൊടുക്കണം. അതിൻ്റെ ഒരു രണ്ടടിയാണ് ഇപ്പോൾ ഈ പാട്ട് പാടുന്നത്. നീരയ്യ കാവേരി, നീരയ്യ കാവേരി മുരുക നിത്യമയ്യ ശംഖുനാദം നാനേ നന്നേ നാനേ നന്നാ നന്നേ നാനേ നന്നേ നാനേ നന്നാ അത് കൊടുക്കുകയാണ്. അതാണ് അതിൻ്റെ കാവടി ചിന്തിൻ്റെ. ഇപ്പം നമ്മൾ കാവടി ചിന്തെന്ന് പറയാം. ഇപ്പം ചിന്ത് പാട്ടെന്നാണ് പറയാം. അതിൽ അയ്യപ്പൻ്റെയും പാടും, മുരുകൻ്റെയും പാടും, ഭഗവതിയുടെയും പാടും, മറ്റേ ശ്രീരാമൻ്റെയും പാടും, ശിവൻ്റെയും ഒക്കെ പാടും. അങ്ങനെ ഇപ്പോൾ ചിന്തുപാട്ടെന്നറിയപ്പെടുന്ന ഈ നാടോടി ഭക്തിഗാനങ്ങൾ പ്രധാനമായും അയ്യപ്പൻ, മുരുകൻ, ദേവി തുടങ്ങിയവരുടെ ഈശ്വരസ്തുതികളാണ്. തേരയ്യ തൈപ്പൂയം മുരുക ദേശത്താൽ കൊണ്ടാടി നാനേ നന്നേ നാനേ നന്നാ നന്നേ നാനേ നന്നേ നാനേ നന്നാ. ഉത്സവങ്ങൾ, കാവടി മഹോത്സവം പോലുള്ള ചടങ്ങുകൾ എന്നിവയോടനുബന്ധിച്ചാണ് ഈ പാട്ടുകൾ കൂടുതലും ആലപിക്കാറ്. ഇപ്പോൾ ഈ കലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ മത്സരങ്ങൾ നടന്നു വരുന്നു. നമ്മൾ 2000-ത്തിലാണ് ഈ ശാസ്താംപാട്ട് ചിന്ത് സൗഹൃദ മത്സരം തുടങ്ങിയിട്ടുള്ളത്. അതിൽ ആദ്യ കാലഘട്ടങ്ങളിലെ ജഡ്ജസ് വെച്ചിട്ടുള്ള പരിപാടികളായിരുന്നു. പിന്നീട് അത് നമ്മൾ എല്ലാ തവണയും ഒരേ ടീമിന് കിട്ടുന്നു ഉള്ളതുകൊണ്ട് അത് സൗഹൃദ മത്സരമാക്കിയിട്ട് നറുക്കെടുപ്പാക്കി. അപ്പോൾ അതിലൂടെ വെച്ചാൽ പലർക്കും ഇത് കിട്ടാനൊരു അവസരം വരികയാണ്. ഇതിപ്പോൾ 25ാമത്തെ വർഷമാണ്. അപ്പോൾ നമ്മൾ രജത ജൂബിലി ആയിട്ട് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. അത്തരത്തിലൊന്നാണ് തൃശ്ശൂർ മരത്തോമ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ചിന്തുപാട്ട് സൗഹൃദ മത്സരം. ഇപ്പം ഞാനൊരു 8 വർഷത്തോളമായിട്ട് പാടാറുണ്ട്. അടുത്തുള്ള അമ്പലങ്ങളിലും മറ്റ് വേദികളിലൊക്കെ പാടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെയും പാടാനൊരു അവസരം കിട്ടി. വെള്ളി വേൽധര വള്ളി നായക പുള്ളി മാമയിലേറിവാ ഉള്ളിലുള്ള അഴൽ തള്ളി നീക്കണേ വെള്ളി മാമലൈ വേലവാ. മണ്ഡലകാലത്ത് അയ്യപ്പൻ വിളക്കിനൊപ്പമുള്ള ശാസ്താംപാട്ടിന് സമാനമാണ് ചിന്തുപാട്ട്. ക്ഷേത്രോത്സവങ്ങളോടും അനുഷ്ഠാനങ്ങളോടും ബന്ധപ്പെട്ട് ഇവ അവതരിപ്പിക്കപ്പെടുന്നു. ചിന്തുപാട്ട് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ മുരുകസ്തുതികളായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ പുതിയ സ്റ്റൈൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പല ഭഗവാന്മാരും ഭഗവതിമാരും എല്ലാവരും സ്തുതികൾ പാടിയാണ് ചിന്തു പാടുക എന്നുള്ളത്. അതിപ്പോൾ ഒരു കൃഷ്ണനെ പാടിയാൽ ഒരു മുരുകനെ പാടും, അയ്യപ്പനെ പാടും, ദേവീനെ പാടും. അങ്ങനെ അതിലൊരു കഥയില്ല. എല്ലാ പാട്ടും അതിൽ ഉൾക്കൊള്ളിക്കും. പാട്ടെന്ന് പറഞ്ഞാൽ മുരുകൻ്റെ പഴനി മുരുകൻ്റെ പാട്ടാണ് ആദ്യം പാടുക. പിന്നെ മറ്റുള്ള ഈ അയ്യപ്പൻ്റെ പാട്ട് പാടും, ഭഗവതിയുടെ പാട്ട് പാടും, അതൊക്കെ പാടും. പക്ഷെ മെയിനായിട്ട് പാടുക മുരുകൻ്റെയാണ്. മാറ്റങ്ങൾ കണ്ടുപോകാനുണ്ട്. പണ്ടത്തെ പോലെ പാടാനൊന്നും ഇപ്പോൾ ആർക്കും സാധിക്കില്ല. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആശാന്മാരെന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായിട്ടുള്ള ആശാന്മാരായിരുന്നു. പ്രഭാകരമേനോൻ, ഒരു പിന്നെ പ്ലാന്തോട്ട അയ്യപ്പൻ നായർ, അങ്ങനെയുള്ള വലിയ വലിയ പ്രഗത്ഭമതികളായിരുന്നു ഞങ്ങളുടെ ആശാൻ്റെ ആശാന്മാർ. പക്ഷേ ഇന്ന് കാലം കഴിഞ്ഞു പോയി. ഇപ്പം അതുപോലെയൊന്നും ആരും പാടുന്നില്ല, ഒന്നുമില്ല. എന്തെങ്കിലും പാടും. വൃശ്ചികം 1 മുതൽ ധനുമാസം 10 വരെയുള്ള കാലഘട്ടങ്ങളിൽ മധ്യകേരളത്തിൽ ചിന്തുപാട്ട് സജീവമാണ്. വാമദേവ ഹരിനന്ദനന്റെ പദതാരിൽ അൻപൊടു നമിച്ചു ഞാൻ
ലളിതവും വേഗത്തിലുള്ളതുമായ ഈണങ്ങളോടുകൂടിയ നാടൻപാട്ടിൻ്റെ ശൈലിയിലുള്ള ചിന്തുപാട്ട് വീണ്ടും ജനകീയമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത്. തന്നാനം താനേ, തനനാനേ തുടങ്ങിയ വായ്ത്താരികൾ ചിന്തുപാട്ടുകളിൽ സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. കാവടിച്ചിന്ത് 44 വർഷത്തോളമായിട്ട് ഞാൻ പാടുന്നതാണ്. ഇതിപ്പോൾ ഗണപതി ഇവിടെ ഞാനാണ് പാടിയത്. ചിന്ത് കലാകാര സമിതിയിൽ ഇന്ന് നിലവിലുള്ള ചിന്തുപാട്ടല്ല ശരിക്കും ചിന്തുപാട്ട്. തനിമയാർന്ന പഴയകാല കാവടി ചിന്തുപാട്ടുകളുണ്ട്. വണ്ണത്തിന്ന മാവേ തെള്ളിയൈ ഉണ്ണം വാഴ്ക്കൈ കുറെ കുല വള്ളിയൈ ഉയിർ വാങ്കോ പിറൈന്തിട്ട കള്ളിയൈ ഇരുവടை மோருதி மிதியாமணி புயல் மீதனி பலை மாமணி மாலை படிரீன தெள்ளியை பீழை മാൻമതി വീശെൻറു വള്ളിയൈ. 4-ാം താളത്തിലെ പാട്ടാണ്. അത് മുത്താളത്തിലും പാടാം, മാറി മാറി പാടുന്നതാണ്. ഇതുപോലുള്ള പഴയകാല നമ്മുടെ സ്തുതിപ്പുകളാണ് വേണ്ടത്. പണ്ട് മുരുകസ്തുതി മാത്രമാണ് കാവടിച്ചിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് മറ്റെല്ലാ ദേവന്മാരെയുണ്ട്, അതിന് വിരോധമില്ല. പക്ഷേ ഇന്നത്തെ കല മാറി. ഇന്ന് ഓണംകളി പോലുള്ള മറ്റുള്ള പാട്ടുകളിലേക്കാണ് പോകുന്നത്. നമ്മുടെ തനിമയാർന്ന ആ പഴയ കാവടിച്ചിലേക്ക് വരണമെന്നുള്ള ആ ഒരു പ്രമോഷനും കൂടിയാണ് നമ്മൾ ഈ വേദിയിൽ കൊടുക്കുന്നത്. അപ്പൊ പഴയ പാട്ടുകൾക്ക് ഇപ്പോഴത്തെ പാട്ടുകളുടെ ഇമ്പല്ല. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മൾ കൂടുതൽ അതിൽ എന്താ പറയാ നാടകീയത വന്നു തുടങ്ങി. കൂടുതൽ നമുക്ക് ശബ്ദവാദ്യഘോഷമേളങ്ങളുടെ ഒരു പ്രസരണമാണ് അതിൽ. പക്ഷെ മറ്റതിൻ്റെ ഒരു ലാളിത്യവും പഴയ പാട്ടുകളുടെ ഒരു സൗകുമാര്യവും ഒന്നും ഇപ്പോഴത്തേലില്ല. എങ്കിലും പഴയ പാട്ടുകളോടുള്ളൊരു അത് കേൾക്കുമ്പോൾ നമ്മൾ അതിൽ ലയിച്ചു പോവും, തനിയെ ലയിച്ചു പോവും. അതാണ് ആശാന്റെ പാട്ടുകളോട് ഞങ്ങൾക്ക് ഇത്ര ഇഷ്ടം. അപ്പൊ അത് പാടി പഠിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആദ്യകാലങ്ങളിൽ പുരുഷന്മാർ മാത്രം പാടിയിരുന്ന പാട്ടുകൾ ഇപ്പോൾ സ്ത്രീകളും ഏറ്റെടുത്തു തുടങ്ങി. ചിന്തുപാട്ടുകൾക്കായി വനിതാ സംഘങ്ങളും രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുണ്ട്. ഞങ്ങൾക്കൊരു കുടുംബ യൂണിറ്റ് ഉണ്ട്. അവിടെ ഞങ്ങൾ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കാറുണ്ട്. ഇത് പ്രത്യേകിച്ചൊരു ദൈവികമായ ഒരു കലയാണ്. അതിനോട് ഞങ്ങൾക്ക് കുറച്ച് ആഭിമുഖ്യമുണ്ട്. പിന്നെ ഞങ്ങളുടെ പൂർവികരാണെങ്കിലും കുറച്ച് പേര് ഇതിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു സാമീപ്യമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ വനിതകൾ ഇപ്പോൾ ഇവിടെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ യുവതലമുറയും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കലകൾക്കൊന്നും ഒരു നാശം വരുന്നില്ല. അതാണ് ഇതിൽ ഞങ്ങൾ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം. പഴയ തലമുറ പോകുന്നതോടുകൂടി ഇതൊക്കെ നശിച്ചു പോകുന്നുള്ള ഒരു ചിന്തയെ വേണ്ട. എല്ലാവരും ഇതിലേക്ക് ആകൃഷ്ടരാവുന്നുണ്ടെന്നുള്ളതൊരു വലിയ കാര്യം. പിന്നെ പലരുടെ ഉള്ളിലൊരു സംഗീതമുണ്ട്. ഞാനൊന്നും പാടില്ലായിരുന്നു. പക്ഷെ ആശാൻ നമ്മളോട് പറയാ എന്തിനാ പേടിക്കണേ, ഇങ്ങോട്ട് പോരേ എന്ന് പറയുമ്പോൾ തന്നെ വരികയാണത്. അപ്പൊ അത് ആ ക്രെഡിറ്റ് ഒക്കെ ആശാന് പോവാണ്. പിന്നെ നമ്മള് ശരിക്കും ഞങ്ങൾക്കും ഒരു സന്തോഷം. ചിന്തുപാട്ടിൽ പ്രധാനമായും മുരുകസ്തുതിയാണ് ഉണ്ടാകുക. കാലത്തിനനുസരിച്ച് മറ്റ് ദേവീദേവന്മാരുടെ കീർത്തനങ്ങളും ഉൾപ്പെടുത്തി വരുന്നു. ദേവസ്തുതികളും പുരാണ കഥകളും ഭക്തിയും ചില പ്രാദേശിക കഥാസന്ദർഭങ്ങളുമാണ് ചിന്തുപാട്ടിലെ പ്രധാന വിഷയങ്ങൾ. ചിന്തുപാട്ടിൽ സാധാരണ ഉടുക്ക് അത് വലിയ ഉടുക്ക് വലുതായിരിക്കും. അത് ശാസ്താംപാട്ടിൻ്റെ ഉടുക്ക് ചെറുതാണ്. പിന്നെ കച്ചയുണ്ട്, തൊങ്ങൽ, അതിൻ്റെ സൗണ്ടിൽ വ്യത്യാസമുണ്ട്. മറ്റ് ചെറിയ ഉടുക്ക് കൊട്ടുന്ന പോലെയല്ല. അതിന് പ്രത്യേകം മൂളിച്ചൊക്കെ ഉണ്ട്, മുഴക്കമൊക്കെ ഉണ്ട്. ആ സമയത്ത് ശാസ്താംപാട്ടിന് അങ്ങനെ വലിപ്പമില്ല, ചെറിയ ഉടുക്കാണ്. അത് ഇരുന്ന് പാടും, നമ്മളിരുന്ന് പാടും. അത് മാത്രമല്ല പാട്ടിൻ്റെ ശൈലി വ്യത്യാസമുണ്ട്. ചിന്തുപാട്ടുകൾക്ക് പലയിടങ്ങളിലും വ്യത്യസ്തമായ ചരിത്രമുണ്ട്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ചിലയിടങ്ങളിൽ കാവടിയുമായി ബന്ധപ്പെട്ട നാടോടി പാട്ടുകളാണിത്. നമ്മുടെ ഈ ഭാഗത്തുള്ളതിന് ഒരുവിധം ചിട്ടവട്ടത്തോടു കൂടിയിട്ട് പോകുന്നതാണ്. അയ്യപ്പൻ വിളക്ക് നടത്തുമ്പോൾ അയ്യപ്പൻ വിളക്കിന് നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പീഠപൂജ, അമ്പലം പണിത് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് ആദ്യം തന്നെ ശാസ്താംപാട്ട് തുടങ്ങും. ഗണപതിയും സരസ്വതിയും കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗം ദീപാരാധനയുടെ സമയം. ദീപാരാധനയാകുമ്പം മുരുകൻ്റെ പാട്ടുകൾ. എന്നാൽ തെലങ്കാനയിലെ നാടോടി നാടക കലാരൂപമായ ചിന്തുഭാഗവതവുമായി ഇതിന് ബന്ധമുണ്ട്. തമിഴിൽ ചിന്ത എന്ന വാക്കിന് ഒരു പ്രത്യേക താളത്തിലുള്ള കവിത അല്ലെങ്കിൽ ഈരടി എന്നാണ് അർത്ഥം. തെയ്യം, തിറ തുടങ്ങിയ അനുഷ്ഠാന കലകളിലും ചിന്തുപാട്ടിൻ്റെ സ്വാധീനം കാണാം. ഭക്തിയോടൊപ്പം ഉണർവും സാമൂഹിക ഇഴയെടുപ്പവും നൽകുന്ന
ചിന്തുപാട്ടുകൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലും സ്ഥാനം നേടിക്കഴിഞ്ഞു. ചിന്തുപാട്ടുകൾ ഭക്തിയുടെയും ആചാരങ്ങളുടെയും ഭാഗമായതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ ഇവയ്ക്ക് തനതായ സ്ഥാനമുണ്ട്. അങ്ങനെ പതിവ് പോലെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതുമയുള്ള കാഴ്ചകളും വ്യത്യസ്തമാർന്ന വിശേഷങ്ങളും കൂടുതൽ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.